നമസ്കാരം. എൻ്റെ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞാൻ നോക്കണ സമയം മാർക്കറ്റ് നിയർലി 50 പോയിന്റ് ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റിയെ പിടിച്ച് മുകളിൽ ഇളുത്തോണ്ടിരിക്കുന്നു. അത് ഇളുക്കുമോ ഇളുക്കത്തില്ലയെന്ന് അറിയത്തില്ല. രൂപ 86 എവിടെ എന്ന് തേടിയോണ്ടാണ് ഇരിക്കുന്നു. ആ സമയം RBI ഡോളർ സപ്ലൈ കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. 55 തരുന്ന് 85.97 തരിക്കും. രൂപ തത്തളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു. ഇതുവരെയ്ക്കും ഈ കൊല്ലം മാത്രം $100 ബില്യൺ വെളിയിൽ പോയിരിക്കുന്നു. അതിനെ വിட ഇന്നത്തെ മുഖ്യ വാർത്ത എന്തെന്ന് പറയാം. അമ്മയാറിന് SBT ടാക്സ് ഇടണം. ഇതിലിരുന്ന് വെള്ളക്കാർക്ക് ലാഭം വേണം. ബ്രോക്കറിന് കാശ് വേണം. സിബി ഫൈനൊക്കെ ഇട്ടായിരുന്നു. എന്തിനാ നിങ്ങൾ പറയണു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ജെയിംസ് സ്ട്രീറ്റിനെ കുറിച്ച് ഒരു മുഖ്യ വാർത്ത. എന്തിനാ 4500 കോടി തന്നെയല്ലോ ഫൈൻ. ഇന്നാപ്പിടി 4500 കോടി വച്ചോ. അങ്ങനെ കൊടുത്ത് ഫൈനെ കെട്ടി. ഇപ്പോൾ തിരികെ മങ്ങാത്ത കളിക്കാമോ വാ എന്ന് നോക്കുന്നു. ലൈസൻസിന് 4500 കോടി ഇരിക്കുന്നു നോക്ക് ബാങ്കിൽ. ഇതിനെ എടുത്തോണ്ട് ഓടിപ്പോ. ഇതാ ഫൈൻ വച്ചോ. കോർട്ടിൽ കേസിട്ട് അതിനെ ഞാൻ വാങ്ങാം. ഇന്ന് തന്നെ മങ്ങാത്ത കളിക്കാൻ വിട്. 4500 കോടി കെട്ടിയെങ്കിൽ ഞാൻ മങ്ങാത്ത കളിക്കാമോ? ശരി, അതിനെ കെട്ടി. ഓക്കെ, മങ്ങാത്ത റെഡി എന്ന് പറഞ്ഞു. സിബി എന്താണ് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. പേപ്പറിൽ വന്ന ന്യൂസൊക്കെ നോക്കിയാൽ സിബി 4500 കെട്ടിയല്ലേ എല്ലാം വന്ന ഓക്കെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയാൻ പോകുന്നു എന്ന് പറയുന്നു. എന്താകുന്നു അറിയുന്നില്ല നമുക്ക്. അങ്ങനെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇനി ഒരാൾ തിരികെ ഒരു യൂട്യൂബിൽ ബൈ ഐ ഗിവ് ഓപ്ഷൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് കാൾ പുട്ട് എന്ന് പറയും. എന്നിൽ ഒരു ലേഡി പറയും. ഉടനെ നമ്മൾ ഓടിപ്പോയി $0 കൊടുത്ത് ഒരു 20 റുപ്പീസ് ഓപ്ഷനിൽ കെട്ടിക്കൊണ്ട് ഉടനെ ബൈ സെൽ എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വന്ന് ബാങ്ക് വന്ന് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തരും. ആ പേഴ്സണൽ ലോണിന് വാങ്ങി നമ്മൾ ഹാപ്പി ആയിട്ട് മങ്ങാത്ത കളിക്കാം. ഓപ്പോസിറ്റിലിരുന്ന് കളിക്കാൻ, ചീട്ട് കളിക്കാൻ ആൾക്കാരില്ലെങ്കിൽ അതിനാണ് ജെയിംസ് സ്ട്രീറ്റ് വന്നിരിക്കുന്നത്. ജെയിംസ് സ്ട്രീറ്റിന് RBI വെളിയിൽ കാശ് എടുത്തുകൊണ്ട് പോയാൽ റൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മയാറിന് ടാക്സ്, RBI ഡോളറിനെ വിൽക്കും. വെള്ളക്കാരൻ കാശിന് എടുത്തുകൊണ്ട് പോകും. കഷ്ടപ്പെട്ട് 7 മാസത്തിന് മുമ്പേ അമ്മ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പിടിച്ചിരിക്കുന്നു. ഫൈന് കെട്ടി, പക്ഷെ തിരികെ വിടുന്നോ ഇല്ലയെന്ന് അറിയുന്നില്ല. ഇല്ലെങ്കിൽ ഇന്ന് 4-5 പേർ ഇരിക്കുന്നു നോക്കാൻ. എങ്ങനെ സ്കീം എന്ന് നോക്ക്. ആൾറെഡി കാശില്ലാതെ ആളിനടുത്തുനിന്ന് കാശ് എടുത്ത് പോക്കറ്റിലിട്ടുണ്ട് പോകാനോ ഒരു സ്കീം. ജെയിംസ് സ്ട്രീറ്റ് അവൻ എത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ 4500 കോടിയെ കെട്ടി തിരികെ ലൈസൻസ് ഞാനും മങ്ങാത്ത കളിക്കാൻ ഓടിപ്പോകാൻ പോകുന്നു എന്ന് പറയും. നോക്ക്, നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുത്തോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒന്നും പറയാനില്ല. എപ്പോഴെങ്കിലും ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് നിർത്തുക. നിങ്ങളെ ഫ്രണ്ട്സിനെയും നിർത്താൻ പറയാം. ഇതിൽ മിഡിൽ ക്ലാസ് അല്ലാതെ വേറെ എല്ലാവർക്കും ബിസിനസ്സാണ്. ബാങ്കിന് വട്ടി, അമ്മയാറിന് ടാക്സ്, ബ്രോക്കറിന് ബിസിനസ്, എക്സ്ചേഞ്ചിന് ബിസിനസ്, സിബിക്കും ബിസിനസ്. നിങ്ങളടുത്ത് ഒന്നും ഇരിക്കത്തില്ല, പിന്നെ നോക്കിയോ. ഇത് നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വാർണിംഗ് ആണ്. ശരി, ഈ വാർണിംഗ് തന്നായി. ഇനി അടുത്ത ന്യൂസ് നോക്കി പോവാം. ആദ്യത്തെ ന്യൂസ് HDFC ബാങ്ക്. ശരി, ഞങ്ങളെ കൊണ്ട് ബാങ്കിന് തന്നെ കറക്റ്റായിട്ട് നടത്താൻ കഴിയുന്നില്ല. ഏതോ ഈ HDFCയെ അറിയാതെ എടുത്തിട്ടു. അതിന് ശേഷം ഞങ്ങൾ കാർ ലോണിനെ വിറ്റു, പേഴ്സണൽ ലോണിനെ വിറ്റു, ക്രെഡിറ്റ് കാർഡ് ലോണിനെ വിറ്റു. ഇതൊക്കെ വിറ്റ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റിനെ 95 ആക്കിയിരിക്കുന്നു. ഇനി 85 ആക്കിയാൽ തന്നെ ഇനി ICICI കമ്പയർ ചെയ്യാൻ പറ്റും. ശരി, ഇപ്പോൾ എന്ത് ചെയ്യാൻ? കോൺസെൻട്രേഷനെ മാറ്റാം. ആ ലീലാവതിൻ്റെ മോന് വേറെ ശശിധരൻ്റെ മേലെ കേസ് ഇട്ടിരിക്കുന്നു. സുപ്രീം കോർട്ടിൽ പോയി സ്ക്വാഷ് ചെയ്യാൻ നോക്കിയാൽ സുപ്രീം കോർട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി, അതിനെ തന്നെ സ്ക്വാഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. പിന്നെ 4 പേര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, FDക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തോ ചെയ്ത് ഏതോ വിൽക്കാൻ പറ്റാത്ത പ്രോഡക്റ്റിന് കടം കൊടുത്ത് വിറ്റു എന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് EOWയിൽ കേസ് അഡ്മിറ്റ് ആയിരിക്കുന്നു. ഇതൊക്കെ ഒരേ നെഗറ്റീവ് ന്യൂസായിട്ട് വരുന്നു. എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ച് ബോണസ് ഇഷ്യൂ കൊടുക്കാം എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 19-ാം തീയതിയാണ് മീറ്റിംഗ്. ബോണസ് ഇഷ്യൂ വരും. നമ്മളൊക്കെ പഴയ കാലത്തിൽ 700 രൂപയ്ക്ക് കൺസിഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ് ഇരിക്കുന്നു. 1:1 ബോണസ് കൊടുത്തുവെങ്കിൽ 350 രൂപ വില ആകും. ഓടിപ്പോയി വില വീഴുന്നു എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യേണ്ട. ഫണ്ടമെന്റൽസ് മാറത്തില്ല. ഈ HDBന് വന്ന ദിവസമേ കളക്റ്റീവ് ഡിബാസ് എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളൊക്കെ സംശയത്തിൽ നോക്കി. ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിന് നോക്കിയെങ്കിൽ 2.5% ആവും. സോ ഇത് കാരണം തന്നെ HDBനെ കളക്റ്റീവ് ഇടാൻ പറഞ്ഞത് ഞാൻ. എനിക്ക് HDB തന്നെ വച്ചിരിക്കണമെങ്കിൽ HDBനെ ഈ സൈഡ് വിറ്റുകൊണ്ട് ആ സൈഡ് HDFC ബാങ്കിനെ കൺസിഡർ ചെയ്യുക. അടുത്ത കാര്യം വളരെ മുഖ്യമായുള്ള ന്യൂസാണ്. ഓല സോല എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ,
മോർണിംഗ് കോണ്ടെക്സ്റ്റിൽ ഒരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്ത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയില്ല അവരെ കൊണ്ട്. ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്ത് റിസൾട്ട്സിനെ കുറച്ച് ബെറ്ററായി കാണിച്ച് ഞങ്ങൾ കംബാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് സ്റ്റോക്കിൻ്റെ വിലയിനെ 30% കയറ്റിയിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ബ്രോക്കർ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളും പോയി വാങ്ങിയെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പാതാളത്തിൽ പെട്ടത് പോയി വീഴും. റിസൾട്ട് എന്തെന്ന് വെച്ചാൽ ടേൺ ഓവർ 50%, ബൈക്ക് വിറ്റത് 50% ഡ്രോപ്പ്. ഓലയ്ക്ക് അവർ വിറ്റ ബൈക്ക് എത്ര എന്ന് അവർക്ക് അറിയുന്നില്ല. മഹാരാഷ്ട്രയിൽ 450 കടയിൽ 400 കടയെ മൂടാൻ പറഞ്ഞിരിക്കുന്നു. ബിസിനസ് എന്ന് ചീഫ് ബിസിനസ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ചേർന്നായിരുന്നു. അവർ ഓടിപ്പോയി. ടോപ്പ് മാനേജ്മെൻറ്റ് ഓടിപ്പോയി. ഇവിടെ അതാണ് മാറ്റർ. പ്രോഡക്റ്റിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ സർവീസിൽ പ്രോബ്ലം. ഏതിനും ഒരു സൊല്യൂഷൻ ഇല്ല. വി ആർ മെഷീനറി പക്കാവായിട്ട് വേല ചെയ്യുന്നു. ഇത്ര ദിവസം കയ്യിൽ കാശിരിക്കുന്നു, അതുവരയ്ക്കും ഓടും. കാശ് കുറഞ്ഞുകൊണ്ടേ വരുമെന്ന് ഓഡിറ്ററും പറഞ്ഞു. ഏത് ബാങ്കൊക്കെ ലോൺ കൊടുത്തോ അവരൊക്കെ പാവം. ബാങ്കിന് പ്രോബ്ലം, ബാങ്കിനും നഷ്ടം. ഇത് തന്നെ നടക്കുന്നു. ആഗസ്റ്റ് 1 ഫാർമ കമ്പനിക്കൊക്കെ ഞാൻ സ്പെഷ്യൽ ടാരിഫ് ഇടാൻ പോകുന്നു. അങ്ങനെ തന്നെ ട്രംപ് ഭാഗവതർ പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെ ട്രംപ് ഭാഗവതറിൻ്റെ പിന്നെ സൈഡസ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ആർത്രൈറ്റിസും മെൻഷറൽ പെയിനിനും പെയിൻ റിലീഫ് കൊടുക്കുന്ന ഡ്രഗ്, അത് പെയിൻ റിലീവർ ഡ്രഗ് അമേരിക്കയിൽ അപ്രൂവൽ കിട്ടി. ഇനി അതിനെ വിൽക്കാൻ പോകുന്നു. ഓവറാളെ നോക്കിയാൽ ഫാർമ വീക്കായിരിക്കും. ടാക്കോ ചെയ്യണവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം. ടാക്കോ എന്ന് പറഞ്ഞാൽ എന്ത്? ട്രം അഗെയിൻസ്റ്റ് ചിക്കൻസ് ഔട്ട്. ഇത് തന്നെ മുഖ്യ കാര്യം. ബട്ട് ഇതിലിരുന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഓവറാള മാർക്കറ്റ് എന്ന് പറയുന്നത് ഫാർമയെ ഭയങ്കരമായിട്ട് അടിക്കും. ലീവിങ് അപ് ടു ആഗസ്റ്റ് ഇതെങ്ങനെ നമുക്ക് ചീപ്പായി കിട്ടിയെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇന്നൊരു സൈഡിൽ നോക്കിയാൽ എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കയറി 2.7, 2.9 എന്ന് പറഞ്ഞിട്ട് ഒவ்வொரு പ്രാവശ്യം ഒவ்வொரு ഫിഗർ പറയുന്നു. മൊത്തത്തിൽ ഫുഡിൻ്റെ കോസ്റ്റ് കയറിയിരിക്കുന്നു. ഡീസൽ പെട്രോളിൻ്റെ വിലയും കയറി. അതുമാത്രമില്ലാതെ ഓവറാളായിട്ട് കോൾ ഇൻഫ്ലേഷനും കയറി. പക്ഷേ ഈ കോർ ഇൻഫ്ലേഷൻ കുറച്ച് കയറിയതിന് എന്ത് കാരണം എന്ന് വെച്ചാൽ കാറിൻ്റെ വില പെട്ടെന്ന് കയറിയില്ല. യൂസ്ഡ് കാറിൻ്റെ വിലയും ഫാസ്റ്റായിട്ട് കയറിയില്ല. ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. തലവനിരിക്കുന്ന ട്രംപ് പാട്ട് പാടിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ജൂലൈ മാസം തീർന്നതിന് ശേഷം തന്നെ അടുത്ത മാസത്തിലിരുന്ന് ആ കാറിൻ്റെ 25% ഇമ്പാക്റ്റ് വരും. പെട്ടെന്ന് യൂസ്ഡ് കാറിൻ്റെ വിലയും 25% കയറും. ഇത് കാരണം ഇൻഫ്ലേഷൻ ഡെഫിനറ്റായിട്ട് കയറും. ഈ മന്തിൻ്റെ നടക്കുന്ന മീറ്റിംഗ് ഈ കട്ടയെക്കുറിച്ച് ഇരിക്കും. വന്നാലും റിയൽ കട്ട് സെപ്റ്റംബറിൽ തന്നെ ചാൻസ് എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇൻഫ്ലേഷൻ പെട്ടെന്ന് കയറിയെങ്കിൽ പ്രോബ്ലം കൂടും. അത് കാരണം മാക്സിമം ഒരു കട്ട് വരാം. അത് എൻഡ് ഓഫ് ജൂലൈ സെപ്റ്റംബറാണ് നോക്കാം. ഇത് കാരണം മാർക്കറ്റ് മൂവ് ആയി എന്ന് പറയുന്നു. മാർക്കറ്റ് ഇത് കാരണം ഒന്നും മൂവ് ആയില്ല. ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ മൂവ് അപ്പ് ആയിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് മൂവ് ആയ കാരണം ഒരു വയസ്സായ ആൾ മഹായിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നു. അവൻ നോക്കി ബോണ്ടാ വാങ്ങിക്കൊണ്ടിരുന്നു. അങ്കിൾസ് അവർക്ക് കടം കൊടുത്ത സന്തോഷത്തിൽ കളക്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു വട്ടി. അമേരിക്കയിൽ ഷോർട്ട് ടേം റേറ്റ്സ്, ലോങ് ടേം റേറ്റ്സ് എല്ലാം മുകളിൽ കയറിയിരിക്കുന്നു. അത് വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നു. വിലവാസിയൊക്കെ കയറിയിരിക്കുന്നു. ഇപ്പം ഇന്ത്യയിലൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു, വെറും ലാർജ് ക്യാപ്പ് വൈരസൂചിയ വാങ്ങിയിരുന്നാൽ എന്തായിരിക്കുമെന്ന്. ഒന്ന് വജ്രസൂചിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് TCS, ഇനിയൊന്ന് വന്നിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇന്നൊന്ന് വന്നിട്ട് ഏഷ്യൻ പെയിൻറ്റ്സ്. ഇത് മൂന്നും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ FD റിട്ടേൺ കൂടെ വന്നിരിക്കത്തില്ല എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചേർക്കാമെന്ന് വെച്ചാൽ നെസ്ലെ ചേക്കാം, പ്രിഡ്ലൈറ്റ്സ് ചേക്കാം. ഇതുപോലെ പല സ്റ്റോക്ക് ഇരിക്കുന്നു. ഇതിനൊക്കെ എന്ത് കോമൺ എന്ന് വെച്ചാൽ അതിൻ്റെ വില വളരെ ഹൈ ആയിട്ടിരിക്കും. എല്ലാം വജ്രസൂചിയാണ്. അതായത് ഈ സൂചിയൊക്കെ കൺസിഡർ ചെയ്യേണ്ടാമെന്ന് ആ മട്ടും തന്നെ പറഞ്ഞാൽ നോക്കിയാൽ ന്യൂയൽ ടാറ്റയും പറയുന്നു. ന്യൂയൽ ടാറ്റ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ട്രെൻഡിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ സംസാരിച്ചിരിക്കുന്നു. അതിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ വർഷവും 25% ഗ്രോത്തിന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എവറി 4 ഇയർ സെയിൽസ് ഒക്കെ ഡബിൾ ആകത്തില്ല. ഇതോ ബിസിനസ് ബ്രാൻഡിങ് സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് കയറി. ഇതുപോലെ ഡെയിലി കയറുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ അതിന് കണക്കായിട്ടിരിക്കണം. ഓൾറെഡി 40% ഡൗൺ ആയിട്ടുണ്ട്. പല ശതവീതം ഡൗൺ ആകാൻ ചാൻസ് ഇരിക്കുന്നു. ഇത് കാരണം ട്രെൻഡിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത് ഇന്നൊരു വലിയ ന്യൂസ്, ഹീറോ മോട്ടോഴ്സ്
അവർ പാവം ഇപ്പോൾ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയെ ചുറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ബജാജിന് മോർ ദാൻ 60% ടേൺ ഓവർ അവർ എക്സ്പോർട്ടിലിരുന്ന് വരുന്നു. ഇപ്പോൾ ഹീറോ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കയിലൊക്കെ വിൽക്കണം. ആൻഡ് വേറെ ലെവൽ ഞാൻ സ്പെയിൻ, ജർമ്മനി ഇതുപോലത്തെ വെസ്റ്റേൺ യൂറോപ്പ് സ്ഥലങ്ങളിൽ തന്നെ വിൽക്കും. ഇവിടുത്തെ സെയിൽസ് വളരെ നന്നായിട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ വെസ്റ്റേൺ യൂറോപ്പ് പോയിട്ട് വരുന്ന സമയം KTM ബൈക്ക് നോക്കി, എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ നോക്കി. ഞാൻ ബൈനാക്കുലർ വെച്ച് തേടിയാലും ഹീറോ മോട്ടാർ ഒന്നുമില്ല. പക്ഷെ മാർക്കറ്റ് കയറുന്നു. നമ്മൾ അതിനെ ഒരു ചീപ്പായിട്ട് കൺസിഡർ ചെയ്തായിരുന്നു ഒരു കാലത്തിൽ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാം. ഇന്നും എക്സിറ്റ് കൺസിഡർ ചെയ്യുന്നത് പോലെ ന്യൂസ് ഇല്ല. ബട്ട് ഇതിനെ വിശ്വസിച്ച് ഇപ്പോൾ എൻട്രി ആകണ്ട. എൻട്രിയിൽ ടൈം സ്പേസ് ഇരുന്ന സമയത്ത് മണിപ്പേ ചാനലിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട. കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റിലിരിക്കും. കഷ്ടപ്പെട്ടാണ് അതിനെ കൺസിഡർ ചെയ്തത്. എന്തെന്ന് വെച്ചാൽ വില ഭയങ്കര കൂടുതലായിട്ടിരുന്നു. സുമിറ്റോമോ കോർപ്പറേഷൻ എന്ത് പറയുന്നു വെച്ചാൽ, RBI ഇൻ പ്രിൻസിപ്പൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും ഒഫീഷ്യലായിട്ട് ഇതുവരയ്ക്കും ലെറ്റർ തന്നില്ല. ഞങ്ങളെ യെസ് ബാങ്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാശൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ജൂട്ട് എന്ന് RBI പറഞ്ഞ ഉടനെ ഞങ്ങൾ ഓടിപ്പോയി കാശ് തന്നെ കൊടുക്കും അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലിരുന്ന് ഒരു ഡെലിഗേഷൻ പോയി വാതിലിൽ തവമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും ട്രംപ് അകത്ത് വിട്ടുവെങ്കിൽ നമ്മൾ ഈ ഇൻഡോ US ഡീലിൽ കയ്യെഴുത്ത് വാങ്ങിയോണ്ട് നമ്മൾ ഓടി വരാമെന്ന്. ഇത് എത്ര ദിവസം ഇങ്ങനെ ചെയ്യാൻ പോകുമെന്ന് അറിയുന്നില്ല. ട്രംപ് അതിനെ വിട്ടിട്ട് ഇന്തോനേഷ്യയുടെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യാൻ റെഡി അങ്ങനെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുവരയ്ക്കും ഒരു ന്യൂസും വന്നില്ല. ഇതിൽ എന്താണ് എനിക്ക് മുഖ്യമായിട്ട് നോക്കണമെന്ന് വെച്ചാൽ, യൂറോപ്യൻ യൂണിയൻ, ചൈന, ജപ്പാൻ ഇതിൻ്റെ കൂടെയൊക്കെ ഇന്നും വലുതായിട്ട് ഡീൽ വന്നില്ല. ചാറ്റി പേഴ്സൺ എന്ത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല, കാത് കേൾക്കുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. നല്ലവണ്ണം സംസാരിക്കാൻ പറ്റുന്നു, പക്ഷെ കണ്ണും കാതും കേൾക്കുന്നില്ല. അങ്ങനെ ചൈനയോടൊപ്പം ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ വന്നിട്ട് അകത്ത് വിടാമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് സത്യം തന്നെയാണ്. ഞാൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു വെച്ചാൽ, ചൈനയ്ക്ക് സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. NVIDIAയുടെ ഇരുന്ന് 10 ചിപ്പ് മാത്രം ചൈന വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ AMDTയും പറഞ്ഞിരിക്കുന്നു, ചിപ്പൊക്കെ കുറച്ച് അവിടെ സപ്ലൈ ചെയ്യും, ഒരു പ്രോബ്ലം ഇല്ല എന്ന്. ഇത് തന്നെ ടാക്കോ ട്രംപ് എന്ന് പറയുന്നത് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ബൾട്ടി അടിച്ചിട്ടിരിക്കേണ്ടത്. ഇപ്പം നോക്കിയാൽ ഉക്രൈനിലിരുന്ന് ബൾട്ടി അടിച്ചു. അപ്പോൾ തിരികെ ഉക്രൈനിന് ഞങ്ങൾ ആയുധങ്ങളൊക്കെ തിരികെ സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിന് കാശ് വന്നിട്ട് ഞാൻ യൂറോപ്യൻ യൂണിയൻ അടുത്തുനിന്ന് എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ സപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഓവറാളാന്ന് നോക്കിയാൽ ഈ കൺഫ്യൂഷൻ കണ്ടിന്യൂ ആകുന്നു. ബിസിനസ് സ്റ്റാൻഡേർഡിൽ എന്ത് പറയുന്നു വെച്ചാൽ, ഇതുവരയ്ക്കും വന്ന ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്സിൽ കോൺഫിഡൻ്റായിട്ട് പറയാൻ ഒന്നുമില്ല. മാർക്കറ്റ് വലിയ കഷ്ടത്തിൽ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നു. അങ്ങനെ പറയുന്നു. ഇതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയുടെ റിസൾട്ട്സ് വരിയിൽ വന്നിരിക്കുന്നു. അത് ഇവിടെ സംസാരിച്ച് പ്രയോജനമില്ല. ഇൻഷുറൻസ് കമ്പനിയെല്ലാം സ്ട്രഗിളിലിരിക്കുന്നു. ഇന്ത്യയിലെ ടോപ്പ് 10 IPOയിൽ ഒരു IPO വരാൻ പോകുന്നു. ആഷ് യൂഷ്വൽ അതിനെ വെളിയിലെടുത്ത് വിടും. ഈ IPO വന്നിട്ട് ICICI പൊട്ടൻഷ്യലാണ്. പ്രൊഡൻഷ്യൽ അവരെ സ്റ്റേക്ക് പോർഷനെ വിൽക്കാൻ പോകുന്നു. അതിനെ വന്നിട്ട് മാർക്കറ്റ് വാങ്ങട്ടെ എന്ന് വിട്ടിരിക്കുന്നു. ആൾറെഡി HDFC AMC ഇവിടെ ഇത് വലുതാണ്, മോർ പ്രോഫിറ്റബിൾ വന്നിട്ട് കുറച്ച് മണി ഓൺ ദി ടേബിൾ വിടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 10,000 കോടി ഇഷ്യൂ വന്നിട്ട് പല മടങ്ങ് സബ്സ്ക്രൈബായി ലിസ്റ്റിംഗ് പോപ്പ് കിട്ടുമെന്ന് അറിയുന്നു. ഇത് കാരണം നിങ്ങൾ ലോട്ടറിയിൽ ഉരുട്ടണമെന്ന് വിചാരിച്ചാൽ ഹാപ്പി ആയിട്ട് ലോട്ടറി ചീറ്റിൽ ICICI പൊട്ടൻഷ്യൽ ഷെയറിനെ ഇടാം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്പന്ദന സ്ഫൂർത്തിയുടെ ബോർഡ് മീറ്റിംഗ് നടന്നു. 250 കോടി രൂപ റൈസ് ചെയ്യാൻ പോകുന്നു എന്ന് റീഅഫം ചെയ്തിരിക്കുന്നു. 400 കോടി രൂപയ്ക്ക് റൈറ്റ്സ് ഇഷ്യൂ ഇടാൻ പോകുന്നു. ഏത് പ്രൈസിലാണ് റൈറ്റ്സ് ഇഷ്യൂ, എൻടൈറ്റിൽമെൻറ്റ് റേഷ്യോ എത്രയാണെന്ന് അതിനെക്കുറിച്ച് വെള്ളിയാഴ്ച പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. എൻടൈറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഷെയർ വച്ചിരുന്നു, ഷെയർ റെക്കോർഡായിരിക്കുന്നതാണ് അർത്ഥം. ഇത് കാരണം ഇതറിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് പിരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. ഇത് വരിയിൽ ഇടാൻ പോകുന്നു എന്നത് അറിയാൻ പറ്റും. യൂഷൻ്റെ ശേഷം ഇത് രണ്ടാമത് IPO ആണ്. ഇത് രണ്ടാമത് റൈറ്റ്സ് ഇഷ്യൂ. ഇതിൽ മെയിനാണ് വന്നിട്ട് കനറ ക്യാപിറ്റൽ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. കെനറ ക്യാപിറ്റലിൻ്റെ MD വന്നിട്ട് രാജീവ് ആൻഡ് സഞ്ജീവ് ബജാജിൻ്റെ ബ്രദർ ഇൻ ലാ. അപ്പോൾ ആൾറെഡി ബജാജ് ബോർഡിൽ ആൾറെഡി ഇരിക്കുന്നു. ഇത് കാരണം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഇൻഫർമേഷനാണ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോയിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.